കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പരസ്യ പ്രചാരണത്തിന് ഇന്നലെ കൊട്ടിക്കലാശമായതോടെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിലേക്ക് മുന്നണികൾ സ്ഥാനാർത്ഥികൾ കടക്കുകയാണ്. തുടർ ഭരണത്തിനായി LDF-ഉം ഭരണത്തിലേക്ക് തിരിച്ചുവരാൻ UDF-ഉം ശ്രമിക്കുമ്പോൾ പരമാവധി സീറ്റുകൾ നേടി നിർണായക ശക്തിയാകുക എന്നതാണ് NDA-യുടെ ലക്ഷ്യം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചാരണത്തിനായി ചുരുങ്ങിയ സമയം മാത്രമാണ് ലഭിച്ചതെങ്കിലും പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസമാണ് മുന്നണികൾ പങ്കുവെക്കുന്നത്. TV പ്രസാദും ലേബി സജീന്ദ്രനും AK അഭിലാഷും ചേരുകയാണ് നമുക്കൊപ്പം. വിശദാംശങ്ങളും വിശകലനങ്ങളും ഒക്കെയായി TV പ്രസാദിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 23 ദിവസം നീണ്ടു നിന്ന ആവേശോജ്വലമായ ഒരു പ്രചാരണ കാലം, അതിനുശേഷം ആവേശം കൊടിമുടി കയറിയ ഒരു കൊട്ടിക്കലാശം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. അവസാന വട്ടം വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ഇന്ന് ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും സ്ഥാനാർത്ഥികൾ. റിജിത്ത്, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്, അവസാന വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള പിടാപ്പാടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥികളും നടത്തുന്നത് എന്നുള്ളതാണ്. ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് NDA ആയാലും അത് LDF ആയാലും അത് UDF ആയാലും മൂന്ന് പേർക്കും ഒരുപോലെ നിർണായകമാണ്. LDF-നാണെങ്കിൽ മൂന്നാമത്തെ ഭരണമാണ്, തുടർഭരണമാണ് അവരുടെ ലക്ഷ്യം. ജയിച്ചാൽ മാത്രമേ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ ഉണ്ടാകൂ എന്നൊരു ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് LDF-നെ സംബന്ധിച്ച് കേരളത്തിലെ എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ചാണെങ്കിൽ തുടർച്ചയായ മൂന്നാമത്തെ തവണയും ഭരണം നഷ്ടപ്പെടുക എന്നുള്ളത്, ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും കഴിയുന്നതിൽ അവരുടെ സംവിധാനത്തെ തന്നെ ബാധിക്കുന്നതായി അത് മാറും. അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടമായിരുന്നു UDF-നെ സംബന്ധിച്ച്. NDA ആണെങ്കിൽ നിലവിൽ സംസ്ഥാനത്ത് ഒരൊറ്റ നിയമസഭാ മണ്ഡലം പോലും ഇല്ലാത്ത മുന്നണിയാണ് BJP നയിക്കുന്ന NDA മുന്നണി. അവർക്ക് പരമാവധി സീറ്റുകൾ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് 15-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിന് പിന്നാലെ ഇങ്ങോട്ടേക്ക് ഓരോ ദിവസവും ഓരോ മണിക്കൂറും അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു എല്ലാവരും. എന്തൊക്കെ വിവാദങ്ങളായിരുന്നു വന്നത്, എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു ഉയർന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് കേരളം ചർച്ച ചെയ്തത് എന്നുള്ളതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നലെ കൊട്ടിക്കലാശത്തോടെ പരസ്യ പ്രചാരണം അവസാനിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് തുടങ്ങുന്നു. ഇന്ന് രാവിലെ 8 മണിക്ക് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെ കേന്ദ്രങ്ങളിലും അത് തുടങ്ങുന്നതോടുകൂടി ആ തെരഞ്ഞെടുപ്പിനുള്ള പൂർണ്ണ ഒരുക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോകുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. പരസ്യ പ്രചരണം ഇന്നില്ല. അവസാനത്തെ വോട്ടർമാരെയും നേരിൽ കാണാൻ വിട്ടുപോയവരെയെല്ലാം കാണാനുള്ള ശ്രമമാണ് സ്ഥാനാർത്ഥികൾ, മുന്നണികൾ, പാർട്ടി നേതാക്കൾ, പ്രവർത്തകർ എല്ലാവരും നടത്തുന്നത്. നിർണായകമായ തെരഞ്ഞെടുപ്പ്, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് ഈ തെക്കൻ കേരളത്തിൽ മാത്രം. അതിന്റെ എല്ലാ വിശേഷങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് വരാം. ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് റിജിത്ത്.